EVSലെ പരിസര പഠനത്തിലെ 4ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും എങ്ങനെയാണ് ഇത് വന്നത് എന്നൊക്കെ എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ആക്ടിവിറ്റി 1 നോക്കാം. ആക്ടിവിറ്റി 1 ഹാസ് 2 പാർട്സ്, 1A ആൻഡ് 1B. ആൻസർ എനി വൺ കംപ്ലീറ്റ്ലി. അല്ലെ, അപ്പോൾ ഒന്ന് എ ഉണ്ട് ഒന്ന് ബി ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം രണ്ടും ചെയ്തു നോക്കാം. ഓക്കെ, ആക്ടിവിറ്റി 1A എന്താണ്, അഡാപ്റ്റേഷനെ കുറിച്ചാണ് എന്ത് ആക്ടിവിറ്റി 1 പറയുന്നത്. അല്ലെ, നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫോളോയിങ് ആർ ദ അഡാപ്റ്റേഷൻ ഫൗണ്ട് ഇൻ സം ഓർഗാനിസംസ്. ഫൈൻഡ് ദ ഓർഗാനിസംസ്. അല്ലെ, ചില ജീവികളുടെ അഡാപ്റ്റേഷൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് ഏത് ജീവികളുടേതാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് കണ്ടെത്തണം. ഓക്കെ, ഒന്നാമത്തെ നോക്കാം, എന്താണ് നോക്കാം. ആൻ ഓർഗാനിസം ദാറ്റ് സ്റ്റോർസ് ഫാറ്റ് ഓൺ ഇറ്റ്സ് ഹംബ്. അല്ലെ, ഹംബില്, അല്ലെ, ഹംബ് എന്ന് പറഞ്ഞാൽ അല്ലെ ആ ഒരു മുതുകില് കൊഴുപ്പ് സംഭരിച്ചു വെച്ചിരിക്കുന്നത് ഏത് ജീവിയാണെന്നാണ്. അല്ലെ, എല്ലാവർക്കും അറിയാം, എന്താണ് മരുഭൂമിയിലെ കപ്പൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? യെസ്, ക്യാമൽ. അല്ലെ, ഒന്നാമത്തെ ആരാണ്? ക്യാമൽ ആണെന്ത് അതിന്റെ ആൻസർ. ഓക്കെ, രണ്ടാമത്തെ നോക്കാം, ബി നോക്കാം. ആൻ ഓർഗാനിസം ഫ്രം ദ പോളാർ റീജിയൻ ദാറ്റ് സ്റ്റോർസ് ഫാറ്റ് അണ്ടർ ഇറ്റ്സ് സ്കിൻ. അല്ലെ, സ്കിന്നിന്റെ താഴെ, അല്ലെ തൊലിയുടെ താഴെ നമ്മളെ ഈ ഒരു ഫാറ്റ് അല്ലെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഏത് ജീവിയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ലെ, എല്ലാവർക്കും അറിയാം ആരാണ്? പെൻഗിൻ. ഓക്കെ, പെൻഗിൻ ആണെന്ത് നമ്മൾ പഠിച്ചതിൽ അങ്ങനെ സ്കിന്നിന്റെ താഴെ ഉള്ളത്. അല്ലെ, ഓക്കെ, സി നോക്കി നോക്കുക. ദ ഓർഗാനിസം ദാറ്റ് ബ്രീത്ത്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. അല്ലെ, ഗിൽസ് ഉപയോഗിച്ച് ബ്രീത്ത് ചെയ്യുന്ന അല്ലെ ശ്വസിക്കുന്ന ഓർഗാനിസം അല്ലെ ജീവി ഏതാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം, ഗിൽസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതായിരിക്കും. യെസ്, ഫിഷ് ആണ് ആൻസർ. അല്ലെ, ഡി നോക്കാം. ആൻ ഓർഗാനിസം ദാറ്റ് ക്യാൻ മൂവ് ഈസിലി ഇൻ വാട്ടർ ആസ് ഇറ്റ്സ് ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ. അല്ലെ, നമ്മളെ വെള്ളത്തിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന് മൂവ് ചെയ്യാൻ കഴിയും. എന്തുകൊണ്ടാണ്? അതിന്റെ ഫിംഗർ എന്താണ്? കണക്റ്റഡ് വിത്ത് സ്കിൻ. അല്ലെ, സ്കിന്നുമായിട്ട് അത് കണക്റ്റഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പല ജീവികളെയും പറയാം. അല്ലെ, അപ്പൊ കണക്റ്റഡ് സ്കിന്നുള്ള ആരൊക്കെ ഉണ്ട്? ഡക്ക് ഉണ്ട്, അല്ലെ, ഫ്രോഗ് ഉണ്ട്. അല്ലെ, ആര് എഴുതാം? ഏകദേശം എല്ലാവരും എഴുതിയാലും എന്താണ് അതിന്റെ ആൻസർ സെയിം ആയിട്ട് തന്നെ വരിക. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഡക്കിനെ എഴുതി നോക്കാം. ഓക്കെ, ഡക്ക്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെയുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നതാണ്. അല്ലെ, എലമെന്റ്സ് എന്നുള്ളടത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? വാട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലെ, ഇന്റർ ഡിപ്പെൻഡൻസ്. അല്ലെ, എന്തായിരുന്നു ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ? പരസ്പര ആശ്രയത്വം. അല്ലെ, എന്താണ്? വെള്ളം എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കുക, അല്ലെങ്കിൽ പരസ്പരം എങ്ങനെയാണ് ആശ്രയിച്ച് ജീവിക്കുന്നതെന്നാണ്. അല്ലെ, ദ എലമെന്റ് ദാറ്റ് ഹെൽപ്സ് ആൻ ഓർഗാനിസം ടു ലിവ്, ബാത്ത് ആൻഡ് ഡ്രിങ്ക്. അല്ലെ, ഈ വെള്ളം നമ്മൾ എന്ത് അല്ലെ മറ്റ് ജീവികളെ എന്ത് ചെയ്യുന്നുണ്ട്? ലിവ് ജീവിക്കാനും, ബാത്ത് ആൻഡ് ഡ്രിങ്ക് അല്ലെ കുളിക്കാനും വെള്ളം കുടിക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അല്ലെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഇന്റർ ഡിപ്പെൻഡൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അല്ലെ, പരസ്പരം എങ്ങനെയാണ് ഈ ഒരു എലമെന്റ് സഹായിക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അല്ലെ, ഏതാണ്? ദ എലമെന്റ്സ് നീഡ്സ് ഓൾ ഓർഗാനിസംസ് ടു ബ്രീത്ത്. അല്ലെ, എല്ലാ ഓർഗാനിസംസിനും ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അല്ലെ, ഏറ്റവും സിമ്പിൾ ചോദ്യമാണ്, എല്ലാവർക്കും അറിയാം ഏതായിരിക്കും? എയർ തന്നെ ആയിരിക്കും. അല്ലെ, എയർ ഉണ്ടായാലല്ലേ ബ്രീത്ത് ചെയ്യാൻ കഴിയുള്ളൂ, ശ്വസിക്കാൻ കഴിയുള്ളൂ. അല്ലെ, അടുത്തെന്താ? സോയിലിനെ കുറിച്ച്. അല്ലെ, സോയിൽ ഒരു എലമെന്റ് ആണ്, അതിന്റെ ഇന്റർ ഡിപ്പെൻഡൻസിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. ഒന്ന് പറഞ്ഞു നോക്കൂ, സോയിൽ എന്താ ചെയ്യാ? അല്ലെ, സോയിൽ സ്വാഭാവികമായിട്ടും ആരെയാണ് സഹായിക്കുക? പ്ലാന്റ്സിനെ സഹായിക്കുക എന്ന് പറയാം. അല്ലെ, ഇറ്റ് ഹെൽപ്പ് പ്ലാന്റ്സ് ടു ഗ്രോ. അല്ലെ, അപ്പൊ എങ്ങനെ എഴുതി വെക്കാം? ഇറ്റ് ഹെൽപ്സ് പ്ലാന്റ്സ് ടു ഗ്രോ. അല്ലെ, പ്ലാന്റ്സിനെ വളരാൻ എന്ത് ചെയ്യും? അത് സഹായിക്കും. അല്ലെ, വളരാൻ മാത്രമാണോ? അല്ല. അല്ലെ, പിന്നെന്ത് ചെയ്യും? അതിനാവശ്യമായിട്ടുള്ള പലതും എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. അല്ലെ, ആൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രിയൻസിന്റെ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നില്ലേ? അല്ലെ, അപ്പൊ എങ്ങനെ എഴുതാം? ആൻഡ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് സപ്പോർട്ട്. ആൻഡ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് സപ്പോർട്ട്. ഓക്കെ, സ്ക്രീനിൽ എഴുതുന്നത് കൊണ്ടാണ് എഴുത്തൊന്നും അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ജസ്റ്റ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒക്കെ എന്ത് ചെയ്യാം അറിയിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്തിട്ട് തന്നെ ക്ലാസ് ഒക്കെ എടുക്കാം, നമ്മുടെ മുമ്പത്തെ ക്ലാസ് ഒക്കെ പോലെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സിയിലേക്ക് പോവാം. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫേവറബിൾ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്സ് പ്ലാന്റ്സ് ഗ്രോ ഇൻ ഡെസേർട്ട്. അല്ലെ, അപ്പൊ ഡെസേർട്ടിൽ ജീവികളെ അല്ലെ പ്ലാന്റ്സിനെ ജീവിക്കാൻ സഹായിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഒന്ന്, തിന്നായിട്ടുള്ള സ്റ്റെമ്മാണോ? അല്ലെ, കട്ടി കുറഞ്ഞ സ്റ്റെമ്മാണോ അതിന് സഹായിക്കുന്നത്? ഡീപ്പ് റൂട്ട്, ആഴത്തിലുള്ള വേരുകളാണോ? ലാർജ് ലീവ്സ് ആണോ? നല്ല വലിയ ഇലകളാണോ? വാക്സി കോട്ടിംഗ് ഓൺ ദ സ്റ്റെം. അല്ലെ, സ്റ്റെമ്മിലുള്ള അല്ലെ തണ്ടിലുള്ള വാക്സി കോട്ടിംഗ് ആണ്. ഏതായിരിക്കും? അല്ലെ, ഡീപ്പ് റൂട്ട് വേണ്ടേ? അല്ലെ, മരുഭൂമിയിൽ വെള്ളം ഉണ്ടോ? വെള്ളം കുറവാണല്ലേ, അപ്പൊ നല്ല ആഴത്തിലുള്ള വേര് വേണ്ടി വരും കുറച്ച് വെള്ളം കിട്ടണമെങ്കിൽ. അല്ലെ, അപ്പൊ ഡീപ്പ് റൂട്ട് ഈസ് കറക്റ്റ്. അല്ലെ, പിന്നെ നോക്കൂ, വാക്സി കോട്ടിംഗ് ഓൺ ദ സ്റ്റെംസ്. അല്ലെ, സ്റ്റെമ്മിൽ വാക്സി കോട്ടിംഗ് എന്താണ്?
വേണ്ടതുണ്ട് അല്ലെ. അതെന്തിനാണ്? യെസ്, നമ്മൾ എന്താണ്, നല്ല വെയിലൊക്കെ തട്ടുമ്പോൾ ഈ ഒരു സ്റ്റെമ്മിന്റെ ഉള്ളിലത്തെ വെള്ളമൊന്നും പുറത്തേക്ക് വല്ലാതെ ബാഷ്പീകരിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ വാക്സി കോട്ടിങ്ങും ആവശ്യമാണ് അല്ലെ. അപ്പൊ 2ഉം 4ഉം ആവശ്യമാണ്. അപ്പൊ ഉത്തരം ഏതാണ്? ആൻസർ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവിറ്റി 1-ലെ ബി നോക്കാം അല്ലെ. ബി നോക്കാം. എന്താണ്? ഹാബിറ്റാറ്റ്സ് ആണ് അല്ലെ. നേരത്തെ എന്തായിരുന്നു? 1A നമ്മൾ അഡാപ്റ്റേഷൻസ് ആയിരുന്നു. ഇവിടെ എന്താണ്? 1B ഹാബിറ്റാറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നോക്കാൻ പോകുന്നത്. എക്സാമിൻ ദ പിക്ചർ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ വേർ ദേ ലിവ് അല്ലെ. എവിടെയാണ് ഈ പിക്ചറിലുള്ള ജീവികൾ ജീവിക്കുന്നത് എന്നെന്ത് ചെയ്യണം, ഒന്ന് കണ്ടെത്തി എഴുതാനാണ് അല്ലെ. ഒന്നാമത്തെ ആരാണ്? നമ്മൾ ടോട്ടോയ്സ് ആണ് അല്ലെ. ടോട്ടോയ്സ് എവിടെയാണ്? ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ അല്ലെ. വെള്ളത്തിലും ജീവിക്കുന്നുണ്ട് അല്ലെ, കരയിലും ജീവിക്കുന്നുണ്ട് അല്ലെ. രണ്ടാമത്തെ എന്താണ്? യെസ്, നമുക്കൊക്കെ അറിയാം. എന്താണ് മലയാളത്തിൽ നമുക്ക് അതിന്റെ പേരൊക്കെ അറിയാം. എന്തായിരിക്കും? ചെമ്മീന്, കൊഞ്ച് എന്നൊക്കെ പറയും അല്ലെ. പല സ്ഥലത്തും പല പേരാണ് അതിന് വരിക. ഇംഗ്ലീഷിൽ എന്ത് പറയാം? ഷ്രിംപ് എന്ന് പറയാം. എന്ത് പറയാം? ഷ്രിംപ് അല്ലെ. ഷ്രിംപ് എങ്ങനെയാണ് സ്പെല്ലിംഗ് വരുന്നത്? SHRIMP അല്ലെ. SHRIMP അല്ലെ, ഷ്രിംപ് അല്ലെ, ചെമ്മീൻ അല്ലെ. എവിടെയാണ് കാണപ്പെടുക? യെസ്, ഇൻ വാട്ടർ ആണ് അല്ലെ. ഇൻ വാട്ടറിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, പിന്നെന്താ? മൂന്നാമത്തെ പിക്ചർ ആയിട്ടാണ് ക്യാമലിന്റെ ആണ് അല്ലെ. ക്യാമൽ എവിടെയാണ്? ഓൺ ലാൻഡ് ആണ് അല്ലെ. ക്യാമൽ ഓൺ ലാൻഡ് ആണ് അല്ലെ. നാലാമത്തെ പിക്ചർ ആരാണ്? ഫ്രോഗ് ആണ് അല്ലെ. ഫ്രോഗ് എവിടെ ഉണ്ടാവും? യെസ്, ഓൺ ലാൻഡിൽ മാത്രമാണോ? അല്ല അല്ലെ. എന്താണ്? ആൻഡ് ഇൻ വാട്ടർ അല്ലെ. ലാൻഡിലുണ്ട്, വാട്ടറിലും അല്ലെ, വെള്ളത്തിലും ഉണ്ട് അല്ലെ. ലാസ്റ്റ് ആരാണ്? ഫിഷ് ആണ് അല്ലെ. ഫിഷ് എവിടെ മാത്രമേ ഉള്ളൂ? യെസ്, ഇൻ വാട്ടർ മാത്രമേ ഫിഷ് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. ബി നോക്കാം. റൈറ്റ് ഡൗൺ എനി വൺ ഫീച്ചർ ഓഫ് എ വാട്ടർ ലില്ലി ആൻഡ് എ ഫ്രോഗ് അല്ലെ. ഫ്രോഗിന്റെയും വാട്ടർ ലില്ലിയുടെയും ഏതെങ്കിലും ഒരു ഫീച്ചർ എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലെ. വാട്ടർ ലില്ലിന്റെ ഫീച്ചർ നമുക്കൊക്കെ അറിയാം, കുറെ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ അല്ലെ വെള്ളത്തിൽ പൊങ്ങി കിടക്കല്ലേ അല്ലെ, പൊങ്ങിയിട്ടല്ലേ വെള്ളത്തിൽ നമുക്ക് കാണാം. അതൊന്ന് എഴുതിയേക്കാം. എങ്ങനെ എഴുതാം? ഇറ്റ് ഹാസ്, ഇതിനുണ്ട് എന്തുണ്ട്? ബ്രോഡ് ലീവ്സ് അല്ലെ, നല്ല വിശാലമായ വലിയ ലീവ്സ് ഉണ്ട് അല്ലെ. ദാറ്റ് ഫ്ലോട്ട് ഓൺ വാട്ടർ അല്ലെ, വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ലീവ്സ് അതിനുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? ഇറ്റ് ഹാസ് എന്താണ്? ബ്രോഡ് ലീവ്സ് അല്ലെ. ബ്രോഡായിട്ടുള്ള ലീവ്സ് ആർക്കുണ്ട്? നമ്മളെ വാട്ടർ ലില്ലിക്കുണ്ട്. ഇറ്റ് ഹാസ് ബ്രോഡ് ലീവ്സ് that float on water. ഓക്കെ, ദാറ്റ് ഫ്ലോട്ട് ഓൺ വാട്ടർ അല്ലെ, വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന വലിയ ഇലകളുണ്ട് അല്ലെ. ഫ്രോഗിന്റെ എന്തായിരിക്കും? ഫ്രോഗിന്റെ ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലെ. നേരത്തെ നമ്മൾ ഒന്നാമത്തെ ആക്ടിവിറ്റി തന്നെ അതിന്റെ ഉത്തരം ഓൾറെഡി ഉണ്ട് അല്ലെ. ഇറ്റ്സ് ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ അല്ലെ. അതിന്റെ ഫിംഗേഴ്സ് എന്താണ്? കണക്റ്റഡ് ആണ് അല്ലെ. ഇറ്റ്സ് ഫിംഗേഴ്സ് ആർ connected with skin. Its fingers are connected with skin അല്ലെ. അതിന്റെ വിരലുകൾ എന്താണ്? സ്കിന്നുമായി കണക്ട് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ അല്ലെ, എളുപ്പമല്ലേ? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ്. അടുത്ത് നോക്കാം. എന്താണ്? സി നോക്കാം. വിച്ച് ആനിമൽ ലിവ്സ് ഓൺ പോളാർ റീജിയൻസ് അല്ലെ. പോളാർ റീജിയനിൽ ജീവിക്കുന്ന ആനിമൽ ഏതാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഡോൾഫിൻ ആണോ? അല്ല അല്ലെ, ഡോൾഫിൻ വെള്ളത്തിലാണ് അല്ലെ. പോളാർ റീജിയന്റെ ഭാഗത്തും ഉണ്ടാവാം ഡോൾഫിൻ, പക്ഷെ വെള്ളത്തിലായതുകൊണ്ട് എല്ലാ സ്ഥലത്തും ആരുണ്ടാവാറുണ്ട്? ഡോൾഫിൻ ഉണ്ടാവാറുണ്ട് അല്ലെ. പെൻഗ്വിൻ അല്ലെ, പെൻഗ്വിൻ ഉണ്ട്, ക്യാമൽ ഉണ്ട്, ടോട്ടോയ്സ് ഉണ്ട് അല്ലെ. ആരാണ്? ഓപ്ഷൻ ബി, പെൻഗ്വിൻ തന്നെയാണ് അല്ലെ. പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല മഞ്ഞൊക്കെ ഉള്ള സ്ഥലം അല്ലെ, അതാണ് എന്ത്? പോളാർ അഥവാ നല്ല തണുപ്പുള്ള സ്ഥലത്തിന് എന്ത് പറയാം? പോളാർ റീജിയൻ എന്ന് പറയാം അല്ലെ. അവിടെ ആര് ജീവിക്കുന്നു? നമ്മൾ പെൻഗ്വിന് ജീവിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ആക്ടിവിറ്റി 2 നോക്കാം. ഇൻഡിപെൻഡൻസ് ഡേ അല്ലെ, നമ്മൾ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് അല്ലെ. ഈ അടുത്താണ് സ്വാതന്ത്ര്യ ദിനമൊക്കെ അല്ലെ. അപ്പൊ എന്താണ്? ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഫ്രണ്ട്സ് ഇൻ 4th സ്റ്റാൻഡേർഡ് were busy preparing questions for a quiz competition to be held on the Independence Day. ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ക്വിസ് കോമ്പറ്റീഷനുള്ള ക്വിസ് തയ്യാറാക്കാണ് 4th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ് അല്ലെ. ഹെൽപ്പ് ദം ഫൈൻഡ് ആൻസേഴ്സ് ഫോർ ദ ക്വസ്റ്റ്യൻസ് അല്ലെ. ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ. ഒന്ന് എന്താണ്? ഈ ഉണ്ട് അല്ലെ. നെയിം ദ ഫോറിനേഴ്സ് ഹൂ റൂൾഡ് അവർ കൺട്രി ബിഫോർ ഇൻഡിപെൻഡൻസ് അല്ലെ. നമ്മളെ ഇൻഡിപെൻഡൻസിന് മുമ്പ് നമ്മളെ കൺട്രി അല്ലെ, നമ്മളെ രാജ്യം റൂൾ ചെയ്തിരുന്ന, ഭരിച്ചിരുന്ന ഫോറിനേഴ്സ്, വിദേശികൾ ആരാണെന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്ന ഉത്തരമായിരിക്കും. ആരായിരിക്കും? യെസ്, ആരാണ്? ദ ബ്രിട്ടീഷ് അല്ലെ. ആരാണ്? ദ ബ്രിട്ടീഷ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് എന്നുള്ളത് മാത്രമേ എഴുതാം അല്ലെ. അഥവാ ബ്രിട്ടീഷുകാരാണ് നമ്മളെ രാജ്യത്തെ എന്ത് ചെയ്തത്? സ്വാതന്ത്ര്യത്തിന് മുമ്പ്
ഭരിച്ചിരുന്നത് അല്ലെ. രണ്ടാമത്തെ നോക്കാം. നെയിം ദ ബീച്ച് വേർ ഗാന്ധിജി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് മാർച്ച്ഡ് ഫ്രം സബർമതി ആശ്രം ഡ്യൂറിംഗ് സാൾട്ട് സത്യാഗ്രഹ അല്ലെ. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സമയത്ത് ഗാന്ധിജിയും അവരുടെ ഫ്രണ്ട്സും ഒക്കെ നടത്തിയ ഉപ്പ് സത്യാഗ്രഹം എന്നുള്ള ഒരു അല്ലെ ആ ഒരു മാർച്ച് അല്ലെ അത് എവിടുന്ന് എവിടേക്കാണ് നടത്തിയത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതാണ് നമുക്ക് ഇവിടെ ചോദിക്കാനുള്ളത് അല്ലെ. എവിടുന്നാണ് തുടങ്ങിയത് എന്ന് ഇവിടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്നാണ് സബർമതി ആശ്രമത്തിൽ നിന്നാണ് അല്ലെ. അവിടുന്ന് എവിടേക്കാണ് ഇത് നടത്തിയിട്ടുള്ളത്? എവിടേക്കാണ്? ദണ്ഡി ബീച്ചിലേക്കാണ് അല്ലെ. എന്താണ്? ദണ്ഡി ബീച്ചിലേക്കാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു മാർച്ച് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കാം. ദ വിന്നേഴ്സ് ഓഫ് ദ ക്യൂസ് കോമ്പറ്റീഷൻ വേർ ഗിവൺ ഇൻ ദ ബുക്ക് അല്ലെ ഗിവൺ ദ ബുക്ക് ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് കേരള ആസ് ഗിഫ്റ്റ് അല്ലെ. വിന്നേഴ്സിന് എന്ത് ചെയ്തു? ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് കേരള എന്നുള്ള പുസ്തകം എന്ത് ചെയ്തു? കൈമാറി. എ പേജ് ഫ്രം ദ ബുക്ക് ഈസ് ഗിവൺ ബിലോ അല്ലെ. ബുക്കത്തെ ഒരു പേജ് താഴെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഇറ്റ് അല്ലെ. എന്താണ്? കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമുക്കൊക്കെ പരിചയമുള്ള ഒരു പിക്ചറാണ്. നമ്മളെ കേരളത്തിലുള്ള ആളാണ് അല്ലെ. ഓഫ് കോഴ്സ് ആരാണ്? കെ കേളപ്പൻ അല്ലെ. ആരാണ്? കെ കേളപ്പൻ അല്ലെ. കെ കേളപ്പൻ എന്ന നമ്മളെ കേരളത്തിലുണ്ടായിരുന്ന വലിയൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അല്ലെ. ദ സ്ട്രഗിൾ ഹി ലെഡ് അല്ലെ അഥവാ അദ്ദേഹം നയിച്ച പ്രധാനപ്പെട്ട സമരം ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? യെസ്, അതെന്താണ്? സാൾട്ട് സത്യാഗ്രഹമാണ് അല്ലെ. സാൾട്ട് സത്യാഗ്രഹ. സാൾട്ട് സത്യാഗ്രഹമാണ് അദ്ദേഹം നയിച്ച പ്രധാന ഒരു സമരം എന്ന് പറയുന്നത് അല്ലെ. ദ പ്ലേസ് വേർ ദ സ്ട്രഗിൾ ടുക്ക് പ്ലേസ് അല്ലെ. ഇത് എവിടെയാണ് ഉണ്ടായിരുന്നത് അല്ലെ? സാൾട്ട് സത്യാഗ്രഹ എവിടെ വെച്ചാണ് നടന്നത്? ഏതാണ്? യെസ്, ഇറ്റ്സ് പയ്യന്നൂർ. എവിടെ വെച്ചിട്ടാണ്? പയ്യന്നൂരിൽ വെച്ചിട്ടാണ് നമ്മുടെ സാൾട്ട് സത്യാഗ്രഹ കേരളത്തിൽ എന്ത് ചെയ്തത്? നടന്നത്. എന്ന് വെച്ച് സാൾട്ട് സത്യാഗ്രഹയിൽ മാത്രമാണോ കെ കേളപ്പൻ പങ്കെടുത്തത്? അല്ല, ഒരിക്കലും അല്ല. മറ്റു പല സമരങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം കേരള ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? യെസ്, അത് കെ കേളപ്പനാണ് അല്ലെ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കെ കേളപ്പനാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഓക്കെ, ആക്ടിവിറ്റി 3 നോക്കാം. ഇക്കോസിസ്റ്റം അല്ലെ. ഇക്കോസിസ്റ്റത്തെ കുറിച്ചാണ് ആക്ടിവിറ്റി 3 പറയുന്നത്. ദ പിക്ചർ ഓഫ് എ പോണ്ട് ഇൻ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഓഫ് GLPS സ്കൂൾ ഈസ് ഗിവൺ ബിലോ അല്ലെ. GLP സ്കൂളിലെ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്കിന്റെ ചിത്രം ഇവിടെ മനോഹരമായ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. വിച്ച് ആർ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കണക്റ്റഡ് വിത്ത് ദ പോണ്ട് ആസ് ആൻ ഇക്കോസിസ്റ്റം. ഒരു ഇക്കോസിസ്റ്റം ആയിക്കൊണ്ട് പ്ലാന്റ്സും ആനിമൽസും ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിലുള്ളത് എടുത്ത് എഴുതാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ പറയാം അല്ലെ. എങ്ങനെ ഒരു കുളത്തിൽ ജീവിക്കുന്ന സസ്യങ്ങളെയും ജന്തുക്കളെയും അതിന്റെ അജീവീയ ഘടകവും പരസ്പരം എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. വിച്ച് ആർ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കണക്റ്റഡ് വിത്ത് ദ പോണ്ട് ആസ് ആൻ എക്കോസിസ്റ്റം അല്ലെ. ഒരു പോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇക്കോസിസ്റ്റം ആണ് അല്ലെ. ഒരു ആവാസ വ്യവസ്ഥയാണ് അല്ലെ. അപ്പൊ ഈ ആവാസ വ്യവസ്ഥയുമായി ഈ പോണ്ടുമായി കണക്ട് ചെയ്ത് ജീവിക്കുന്ന പ്ലാന്റ്സും ആനിമൽസും ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഈ ചിത്രത്തിൽ തന്നെ ഒരുപാട് ആൻസേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമുക്ക് അതിന് ജസ്റ്റ് ഒന്ന് നോക്കി എഴുതേണ്ട ആവശ്യമുള്ളൂ. കുറച്ച് ഭാഷ എന്ത് ചെയ്യാം? വാക്യങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതാം അല്ലെ. ചിത്രത്തിൽ കാണുന്നുണ്ട് ആരാണ്? ഫ്രോഗ് ഉണ്ട് അല്ലെ. ഫിഷ് ഉണ്ട്. പിന്നെ ആരെ പറയാം അല്ലെ? ഗ്രാസ് ഉണ്ട് അല്ലെ. ഗ്രാസ്, പുല്ല് അല്ലെ. ഗ്രാസ് ഉണ്ട്. പിന്നെ അങ്ങനെ അതേപോലെ വേറെ ജീവികളെ ഏതെങ്കിലും ഉണ്ടോ? കാണുന്നുണ്ടോ അല്ലെ? ബേർഡ്സ് ഉണ്ട് അല്ലെ. ബേർഡ്സിനെ കാണുന്നുണ്ട്. പിന്നെ ഇൻസെക്ട്സ് ഉണ്ട് അല്ലെ. ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ടാവും അല്ലെ. ഇൻസെക്ട്സ് അല്ലെ. ചെറിയ പ്രാണികളെ പോലുള്ള ഇൻസെക്ട്സ് ഒക്കെ ഉണ്ട് അല്ലെ. തുമ്പി ഉണ്ട് അല്ലെ. തുമ്പിക്ക് എന്താ പറയാ? യെസ്, ഡ്രാഗൺ ഫ്ലൈ. എന്ത് പറയാം? ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയാം. ഓക്കെ, തുമ്പി ഉണ്ട് അല്ലെ. ബാക്കി രണ്ടെണ്ണം കൂടി നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കുക അല്ലെ. ഇവിടെ ഒരാൾക്ക് കാണുന്നുണ്ട് അല്ലെ. ഇവിടെ ഒരാളുണ്ട് അല്ലെ. അങ്ങനെ ഇവിടെ കുറച്ച് ഒരാളുണ്ട് അല്ലെ. അതൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എഴുതി നോക്കുക. അടുത്തെന്താ? ബി എന്താണ്? റൈറ്റ് ഡൗൺ എനി 4 ഇക്കോസിസ്റ്റംസ് ദാറ്റ് യു നോ. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു 4 ഇക്കോസിസ്റ്റം എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലെ. പോണ്ട് ഓൾറെഡി ഇവിടെ ഉണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ ഒന്ന് പോണ്ട് തന്നെ എഴുതാൻ വേണമെങ്കിൽ അല്ലെ. ഓക്കെ, പോണ്ട് എഴുതാം. പിന്നെ വേറെ ഏതാ? ഫോറസ്റ്റ് ഉണ്ട് അല്ലെ. ഫോറസ്റ്റ് നല്ലൊരു ഇക്കോസിസ്റ്റം അല്ലെ. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് അല്ലെ. പിന്നെന്താ? നമ്മുടെ നാട്ടിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം ആണ് ഇത്. പാഡി ഫീൽഡ്. എന്താണ്? പാഡി ഫീൽഡ്. എന്താ പാഡി ഫീൽഡ് അല്ലെ? നല്ല നെല്ലൊക്കെ ഉള്ള പാടല്ലേ. യെസ്, അതിലൊക്കെ ഒരുപാട് ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് അല്ലെ. അടുത്തെന്താ? സീ അല്ലെ. കടൽ എന്താണ്? നല്ലൊരു ഇക്കോസിസ്റ്റം. അല്ലെങ്കിൽ ഒരുപാട് ഇക്കോസിസ്റ്റംസ് നമുക്കൊക്കെ അറിയുന്നുണ്ടാവും, കാണാൻ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? അത് പഠിക്കുക. ഓക്കെ, സി നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് എ നോൺ ലിവിങ് തിങ് ദാറ്റ് യു ക്യാൻ സീ ഇൻ എ പോണ്ട് അല്ലെ. ഒരു പോണ്ടിൽ, ഒരു കുളത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള അഥവാ ജീവനില്ലാത്ത അല്ലെ. നോൺ ലിവിങ് കാരണം എന്താണ്? ജീവനില്ലാത്ത. ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് അല്ലെ. അപ്പൊ നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു സംഗതിനെ, ഒരു തിങ്, ഒരു സാധനത്തിനെ അല്ലെ എഴുതാനാണ് പറയുന്നത്. ഏതായിരിക്കും? യെസ്, നമുക്ക് വാട്ടർ എഴുതാം അല്ലെ. സോയിൽ എഴുതാം അല്ലെ. അങ്ങനെ കുറെ സാധനങ്ങൾ എഴുതാം അല്ലെ. പ്രകാശം അല്ലെ. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? സൺലൈറ്റ് ഒക്കെ എഴുതാം. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്തു? വാട്ടർ എഴുതി. ഓക്കെ, അപ്പോൾ പക്ഷെ പോണ്ടാവുമ്പോൾ എന്താണ്? പോണ്ടാവുമ്പോൾ പ്രധാനമായിട്ട് എന്താണ് എഴുതേണ്ടത്? വാട്ടർ തന്നെയാണ് എഴുതേണ്ടത് അല്ലെ. ഓക്കെ,
അടുത്ത എന്ത് ചെയ്യാം, ആക്ടിവിറ്റി 4ലേക്ക് പോകും. ആക്ടിവിറ്റി 4 ഹാസ് 2 പാർട്സ് അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ 4A ഉണ്ട് 4B ഉണ്ട് അല്ലെ. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഇനിയിപ്പോ ഇവിടുത്തെ മാത്രമല്ല കേട്ടോ, എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഏതിനാണോ ഏറ്റവും കൂടുതൽ മാർക്ക് ആ മാർക്ക് എന്ത് ചെയ്യും നമ്മൾ അല്ലെ ഉത്തര പേപ്പറിൽ കിടക്കും. ചിലപ്പോ നമ്മൾ കരുതിയതിനാവില്ല കൂടുതൽ മാർക്ക് അല്ലെ. അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മാർക്ക് കൂടാനൊക്കെ അത് കാരണമാകും അല്ലെ. ആക്ടിവിറ്റി 4 നോക്കുക, 4A നോക്കുക. മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾസ് അല്ലെ, സമര രീതികളാണ് പറയുന്നത് അല്ലെ. ദ പോസ്റ്റർ ടു ബി എക്സിബിറ്റഡ് ഓൺ ഗാന്ധി ജയന്തി ഈസ് ഗിവൺ ബിലോ. കംപ്ലീറ്റ് ഗാന്ധി ജയന്തിക്ക് കാണിക്കാനുള്ള ഒരു പോസ്റ്റർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലെ. ഗാന്ധിജിനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ ഗാന്ധിജിയെ കുറിച്ചുള്ള ചില സംഗതികൾ എഴുതുന്നത്. ബർത്ത് പ്ലേസ് എവിടെയാണ്? പോർബന്ദറിലാണ് അല്ലെ. പോർബന്ദർ, അതറിയാത്തവരില്ലല്ലോ. പോർബന്ദർ, ഈ പോർബന്ദർ എവിടെയാണ്? പോർബന്ദർ നമ്മൾ ഗുജറാത്ത് എന്ന സംസ്ഥാനത്താണ് കിടക്കുന്നത് അല്ലെ. പോർബന്ദർ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിൽ. അപ്പൊ ഗാന്ധിജി എവിടെ ജനിച്ചു? ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു അല്ലെ. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിന്റെ പേരെന്തായിരുന്നു? യെസ്, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് അല്ലെ. ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. ഓക്കെ, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് അല്ലെ. അടുത്തെന്താണ്? മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾ അല്ലെ. അദ്ദേഹത്തിന്റെ സമര രീതി എങ്ങനെയായിരുന്നു അല്ലെ. അക്രമമാണോ വയലൻസ് ആണോ? അല്ല. എങ്ങനെയാണ് സമര രീതി എന്ന് പറയുന്നത്? അത് സത്യാഗ്രഹയാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്താം, എഴുതി നോക്കാം. സത്യാഗ്രഹ അല്ലെ. സത്യാഗ്രഹം ഇനി വേറെ രീതിയിൽ എന്ത് ചെയ്യാം, ഇംഗ്ലീഷിലാണെങ്കിൽ നോൺ വയലൻസ് എന്നൊക്കെ പറയാം അല്ലെ. അല്ലെങ്കിൽ നോൺ വയലൻസ് ആൻഡ് സത്യാഗ്രഹ എന്നൊക്കെ എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, അടുത്ത പാരന്റ്സ്. അദ്ദേഹത്തിന്റെ പാരന്റ്സ് ആരൊക്കെയായിരുന്നു അല്ലെ? കരംചന്ദ് ഗാന്ധി ഉണ്ട്, പുത്ലിബായി ഉണ്ട് അല്ലെ. കരംചന്ദ് ഗാന്ധി ഉണ്ട്, പുത്ലിബായി ഉണ്ട് അല്ലെ. അപ്പം എന്ത് ചെയ്യാം, എഴുതി കൊടുക്കുക. എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ടാണ് കൂടുതലായിട്ട് എഴുതാത്തത്. ഓക്കെ, നമ്മൾ സമയം വെറുതെ കളയണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കാനുള്ള സമയം കൂടിയാണ് അല്ലെ. യെസ്, ബി നോക്കാം. റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ്, ഫൈൻഡ് ദ കറക്റ്റ് വൺ ആൻഡ് റൈറ്റ് ഇറ്റ് അല്ലെ. താഴെയുള്ളത് വായിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലെ. ഒന്ന്, ഗാന്ധിജി വാസ് എ ലീഡർ വിത്ത് ഹൈ ഐഡിയൽസ് ആൻഡ് സിമ്പിൾ ലിവിങ് അല്ലെ. ഗാന്ധിജി ഒരു ലീഡർ ആയിരുന്നു, നേതാവായിരുന്നു. എങ്ങനെ? ഹൈ ഐഡിയൽസ്, ഉയർന്ന ചിന്താഗതിയുള്ള, ആൻഡ് സിമ്പിൾ ലിവിങ് അല്ലെ, സിമ്പിൾ ആയിട്ട് ജീവിക്കുന്ന അല്ലെ, നല്ല ഉയർന്ന ചിന്തയും ലളിതമായ ജീവിതവും ഉള്ള ആളായിരുന്നു ഗാന്ധിജി എന്നാണ് പറയുന്നത് അല്ലെ. ഒന്നാമത്തെ കൃത്യമാണ് അല്ലെ, കറക്റ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ എന്താണ്? ചിൽഡ്രൻ കോൾഡ് ഹിം നേതാജി. നേതാജി എന്നാണ് വിളിച്ചത്? അല്ല, എന്താ വിളിച്ചത്? ബാപ്പുജി എന്നാണ് വിളിച്ചത് അല്ലെ. നേതാജി എന്നാരെ വിളിച്ചത്? അത് സുഭാഷ് ചന്ദ്രബോസിനെയാണ് വിളിച്ചത് അല്ലെ. അപ്പൊ രണ്ടാമത്തെ എന്താണ്? തെറ്റാണ് അല്ലെ. അപ്പൊ എന്താ ഓപ്ഷൻ നോക്കാം. എ 1 ഈസ് കറക്റ്റ് അല്ലെ, 1 കറക്റ്റ് ആണ്. ബി 1 ആൻഡ് 2 ആർ കറക്റ്റ് അല്ലെ. അപ്പൊ ഇതെന്തല്ല, കറക്റ്റ് അല്ല എന്ന് മനസ്സിലായി. 2 ഈസ് കറക്റ്റ് അല്ലെ, 2 കറക്റ്റ് ആണോ? അല്ല. ഡി 1 ആൻഡ് 2 ആർ നോട്ട് കറക്റ്റ് അല്ലെ. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, 4B പോയാലോ. ആക്ടിവിറ്റി 4B, ഫ്രീഡം ഫൈറ്റേഴ്സ് അല്ലെ. ഒരു 5 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവരുടെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും അറിയാം അല്ലെ. നോക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഇൻ ദ കോളംസ് ഗിവൺ അഗെയിൻസ്റ്റ് ദെയർ പിക്ചേഴ്സ് അല്ലെ. പിക്ചേഴ്സിന്റെ നേരെയുള്ള അവരുടെ പേര് എഴുതാനാണ്. ഒന്ന് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആരാണ്? അരുണ ആസിഫ് അലിയാണ് അല്ലെ. ഓക്കെ, ഒന്നാമത്തത് ആരാണ്? ഭഗത് സിംഗ് ആണ് അല്ലെ. ഭഗത് സിംഗ്, ആ തൊപ്പി കണ്ടാൽ തന്നെ നമുക്ക് ആളെന്ത് ചെയ്യും, മനസ്സിലാവും അല്ലെ. ഒന്നാമത്തത് ആരാണ്? ഭഗത് സിംഗ്. രണ്ടാമത്തതോ? യെസ്, ആരാണ്? സരോജിനി നായിഡു. ആരാണ്? സരോജിനി നായിഡു ആണ് നമ്മുടെ രണ്ടാമത്തെ ചിത്രത്തിലുള്ള അല്ലെ. മൂന്നാമത്തെ അതിൽ ഓൾറെഡി ഉണ്ട്. അടുത്ത ചിത്രത്തിലുള്ള നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള ആളാണ് അല്ലെ. ഇതെല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആളാണ്. പക്ഷെ ഇയാൾ നമുക്ക് ഇടയ്ക്കൊന്ന് മാറാറുണ്ട് അല്ലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണോ അതോ ബാലഗംഗാധര തിലകാണോ അല്ലെ. നമുക്ക് എന്ത് ചെയ്യും, ഒരു ചെറിയ സംശയമൊക്കെ ഉണ്ടാവും. അതെന്ത് ചെയ്യുക, ആ സംശയം ഇനി വേണ്ടതില്ല. ഇതിൽ തൊപ്പി വരുമ്പോഴാണ് നമുക്ക് സംശയം ഉണ്ടാവുന്നത്. രണ്ടുപേർക്കും തൊപ്പിയുണ്ട്, മുകളിൽ ഒരു ചെറിയ ഒരു കൂന പോലെ, ഒരു ഉണ്ട പോലെ ഉണ്ട് അല്ലെ. പക്ഷെ എന്താണ്, ഇവരുടെ ഫോട്ടോത്തിൽ തന്നെ കാണാം. ആ മീശയൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ വസ്ത്രം നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. ഇതാരാണ്? ഇത് ബാലഗംഗാധര തിലകാണ്. ആരാണ്? ബാലഗംഗാധര തിലക് ആണ് ഇത് അല്ലെ. അതാണ് ബാലഗംഗാധര തിലക്. ഓക്കെ, അടുത്ത ആരാണ്? യെസ്, ഈ ഒരു പിക്ചർ കണ്ട എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്ത ആരും ഉണ്ടാവില്ല. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ അല്ലെ. നമ്മളെ നമ്മളെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അവര്, ഡോക്ടർ BR അംബേദ്കർ അല്ലെ. BR അംബേദ്കർ അല്ലെ. അദ്ദേഹമാണ് നമ്മളെ രാജ്യത്തിന്റെ ഭരണഘടന, ഏറ്റവും മികച്ച ഭരണഘടന അദ്ദേഹമാണ് എന്ത് ചെയ്ത് നിർമ്മിക്കാൻ അതിന് മുൻകൈ എടുത്ത് അതിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനൊക്കെ ആയിട്ടുണ്ടായിരുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു അല്ലെ. അടുത്ത് നോക്കാം.
റൈറ്റ് ഡൗൺ ദ ഫുൾ നെയിം ഓഫ് ഗാന്ധിജി ഫ്രം ദ ഫോളോയിങ് അല്ലെ. താഴെ ഇന്ന് ഗാന്ധിജിയുടെ ഫുൾ നെയിം ഏതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. മഹാത്മാ ഗാന്ധി അല്ലെ, നമ്മൾ അങ്ങനെ വിളിക്കാറുണ്ട്, പക്ഷെ അതല്ല ഫുൾ നെയിം അല്ലെ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. യെസ്, ബി ഇസ് ദ റൈറ്റ് ആൻസർ അല്ലെ. ജവഹർലാൽ നെഹ്റു വേറെ ആളാണ് അല്ലെ. ഡി ഓ കരംചന്ദ് ഗാന്ധി അതാരായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അദ്ദേഹത്തിന്റെ ഗാന്ധിജിയുടെ അച്ഛനാണ് ആര്, കരംചന്ദ് ഗാന്ധി അല്ലെ. അപ്പൊ ഗാന്ധിജിയുടെ ഫുൾ പേര് എന്താണ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഓക്കെ, ആക്ടിവിറ്റി 5 നോക്കാം. എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹാബിറ്റാറ്റ് അല്ലെ. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവലോകന സ്പീഡൊക്കെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റിൽ അറിയിക്കണം കേട്ടോ. മനസ്സിലാവാത്ത പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കണം, സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ അറിയിക്കണം. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ഹാബിറ്റാറ്റ് അല്ലെ. ഹാബിറ്റാറ്റിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയിൽ പെട്ടതാണ് അല്ലെ. കാരണം അതുണ്ടായാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നിലനിൽപ്പുള്ളൂ അല്ലെ. അപ്പൊ ഈ ഒരു സ്റ്റോറി പോലെ എന്തോ കൊടുത്തിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണ് പറയുന്ന കുട്ടി, സ്പാരോ ആർ യു സ്റ്റിൽ ഇൻ ദിസ് ട്രീ അല്ലെ, നീ ഇപ്പോഴും ഈ മരത്തിലുണ്ടോ അല്ലെ. അപ്പൊ സ്പാരോ പറയണത്, ദിസ് ഗ്രാൻഡ് മദർ ട്രീ ഈസ് മൈ റെഫ്യൂജി അല്ലെ. ഈ ഒരു ട്രീ ആണ്, ഈ ഒരു അമ്മൂമ്മ മരാണ് അല്ലെങ്കിൽ ഒരു മുത്തശ്ശി മരാണ് എന്റെ റെഫ്യൂജി, എന്റെ അഭയ കേന്ദ്രം എന്ന് ആര് പറയാണ്, നമ്മളെ കുരുവി സ്പാരോ എന്ത് ചെയ്യാണ്, കുട്ടിയോട് പറയാണ് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്, വാട്ട് ബെനിഫിറ്റ്സ് ഡസ് ദ സ്പാരോ ഗെറ്റ് ഫ്രം ദിസ് ഓൾഡ് ഗ്രാൻഡ് മദർ ട്രീ അല്ലെ. ഈ പഴയ ഗ്രാൻഡ് മദർ ട്രീയിൽ നിന്ന് സ്പാരോക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് അല്ലെ. ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവോ? യെസ്, ഓഫ് കോഴ്സ് കിട്ടുന്നുണ്ടാവും അല്ലെ. എല്ലാവർക്കും അറിയാം എന്തായിരിക്കും, ഒന്നാമത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്നുള്ളത് എന്താണ്, എ പ്ലേസ് ടു ലിവ് അല്ലെ. അവർക്ക് ജീവിക്കാനുള്ള ഒരു സ്ഥലം കിട്ടല്ലേ, അതല്ല ഏറ്റവും വലുത് അല്ലെ. എ പ്ലേസ് ടു ലിവ് അല്ലെ. അവർക്ക് ജീവിക്കാനുള്ള ഒരു സ്ഥലം ആര് കൊടുക്കുന്നുണ്ട്, ഈ ഗ്രാൻഡ് മദർ ട്രീ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്രാൻഡ് മദർ ട്രീ കൊടുക്കുന്നുണ്ട് അല്ലെ. പിന്നീട് എന്ത് പറയാം അല്ലെ, അപ്പൊ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടാവില്ല അല്ലെ, ശത്രുക്കളിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടാവില്ലേ. അപ്പൊ എന്ത് ചെയ്യാം, പ്രൊട്ടക്ഷൻ എന്ന് പറയാം അല്ലെ. അവർക്ക് ജീവന ഭീഷണിയായിട്ടുള്ള ആളുകളുടെ അടുത്തു നിന്നും ഒക്കെ എന്ത് ചെയ്യും, അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അല്ലെ. പിന്നെ അവർക്ക് എന്താണ്, അവർക്ക് ഫുഡ് കിട്ടുന്നുണ്ടാവും അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് എന്ത് ചെയ്യുന്നുണ്ടാവും, കൊടുക്കുന്നുണ്ടാവും അല്ലെ. അങ്ങനെ കുറെ അല്ലെ. അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ്, അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്പേസ് കിട്ടും അല്ലെ. ഇങ്ങനെ കുറെ ഉപകാരങ്ങൾ എന്തുണ്ട്, ആ ട്രീ കൊണ്ട് സ്പാരോക്ക് മാത്രമുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അല്ലെ, അതൊന്നും ചോദിക്കുന്നില്ല. ബി നോക്കാം. മെനി ഓർഗാനിസംസ് വിൽ ലോസ് ദെയർ ഹാബിറ്റാറ്റ്സ് ഇഫ് ദ ഫോറസ്റ്റ് ഈസ് ഡിസ്ട്രോയിഡ് അല്ലെ. ഫോറസ്റ്റ് ഡിസ്ട്രോയ് ചെയ്താല് അല്ലെങ്കിൽ നശിപ്പിച്ചാല് ഒരുപാട് ഓർഗാനിസംസിന്, ജീവികൾക്ക് എന്ത് ചെയ്യും, അവരുടെ ഹാബിറ്റാറ്റുകൾ അല്ലെ നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അല്ലെ. പ്രിപ്പയർ എ പോസ്റ്റർ അഗെയിൻസ്റ്റ് ഡീഫോറസ്റ്റേഷൻ അല്ലെ. കാടുകൾ വെട്ടിത്തളിക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമ്മൾ ഏറ്റവും മികച്ച പോസ്റ്റർ തന്നെ ഉണ്ടാക്കുക. ഇതിൽ മാഷ് എന്ത് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ എഴുതേണ്ട കാര്യം മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് ഏറ്റവും ടോപ്പായിട്ട് നല്ല ഭംഗിയൊക്കെ കൊടുത്ത് കളറൊക്കെ കൊടുത്ത് അല്ലെ, ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ കഴിയുന്നവർ അങ്ങനെയൊക്കെ വരച്ച് അല്ലെ, ആ ഒരു തീമിന് യോജിച്ച ചിത്രവും കളറൊക്കെ വരയ്ക്കുക അല്ലെ. എന്താണ് ഇപ്പൊ ഡീഫോറസ്റ്റേഷൻ ആണല്ലോ, അഥവാ കാട് വെട്ടിത്തളിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ആ സമയത്ത് കൊണ്ടുപോയിക്കാണ്ട് വേറെ എന്തെങ്കിലും ഒരു ഭൂമിന്റെ ചിത്രമൊക്കെ വരക്കാം, അതിന്റെ അപ്പുറത്തേക്ക് ഒരു വീടിന്റെ ചിത്രമൊക്കെ വരക്കാൻ പാടില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ കാടും മരങ്ങളും ഒക്കെ ഉള്ള നല്ല ചിത്രം എന്ത് ചെയ്യണം, വരക്കാം അല്ലെ. ആളുകൾ എന്ത് ചെയ്യാം, മരം വെട്ടുന്ന ചിത്രം വരക്കാം അല്ലെ. അത് തടയുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഇവർക്ക് മരം വെട്ടുന്നത് തടയുന്ന ചിത്രം വരക്കാം അല്ലെ. അങ്ങനത്തെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരക്കാം അല്ലെ. അപ്പൊ ഇതിൽ എന്തെങ്കിലും എഴുതുകൂടി വേണം അല്ലെ, ഒരു സന്ദേശം എന്ത് ചെയ്യണം, നമുക്ക് കൊടുക്കണം. ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താം അല്ലെ. ഇതിൽ തന്നെ പറയുന്നുണ്ട് ഡീഫോറസ്റ്റേഷനെതിരല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ എന്ന് കൊടുക്കാം അല്ലെ. അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഈ ഒരു പോസ്റ്ററിൽ കൊടുക്കാം. അതിനൊന്നും എന്തില്ല, പ്രശ്നമില്ല അല്ലെ. സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ എന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്കിതിൽ അതിന്റെ ഒരു സന്ദേശമായിട്ട് കൊടുക്കാം. ഇനി വേറെ എന്തൊക്കെ കൊടുക്കാം, പ്ലാന്റ് മോർ ട്രീസ് എന്ന് കൊടുക്കുക അല്ലെ. പ്ലാന്റ് മോർ ട്രീസ്, കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ഫോറസ്റ്റ് അല്ലെ, പ്രകൃതിയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ കാടിനെ സംരക്ഷിക്കുക അല്ലെ. സേവ് അവർ എർത്ത്, നമ്മൾ ഭൂമിയെ സേവ് ചെയ്യുക. സേവ് ട്രീസ് സേവ് ലൈഫ് അല്ലെ. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, വ്യത്യസ്ത രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഫോർ മാൻ മെയ്ഡ് ഹാബിറ്റാറ്റ് അല്ലെ. മാൻ മെയ്ഡ് ഹാബിറ്റാറ്റിന് ഏതാണ് എക്സാമ്പിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഒന്ന് ഗ്രാസ് ലാൻഡ് അല്ലെ. ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ പുൽമൈതാനം അല്ലെങ്കിൽ പുല്ലൊക്കെ ഉള്ള ഭൂമി അല്ലെ, നല്ല പുല്ലൊക്കെ ഉള്ള പച്ചപ്പൊക്കെ ഉള്ള സ്ഥലം അല്ലെ. മനുഷ്യന്മാരുണ്ടാക്കുന്നതാണോ, മാൻമെയ്ഡ് ആണോ? അല്ല, ഒരിക്കലും അല്ല അല്ലെ. രണ്ടാമത്തെ നോക്കുക, ബയോഡൈവേഴ്സിറ്റി പാർക്കുകൾ അല്ലെ. ബയോഡൈവേഴ്സിറ്റി പാർക്കുകൾ ആരുണ്ടാക്കുന്നതാണ്, മനുഷ്യരുണ്ടാക്കുന്നതാണ് അല്ലെ. നമ്മൾ നേരത്തെ ഒരു സ്കൂളിൽ ബയോഡൈവേഴ്സിറ്റി പാർക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ. യെസ്, അത് മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ് അല്ലെ. 3 സേക്രഡ് ഗ്രോവ്സ് അല്ലെ, അഥവാ നമ്മൾ മലയാളത്തിൽ കാവുകൾ എന്നൊക്കെ പറയുന്നത് അല്ലെ. അതൊക്കെ എന്താണ്, ഓട്ടോമാറ്റിക് ആയിട്ട് പ്രകൃതിയായിട്ട് തന്നെ ഉണ്ടായി വരുന്ന ഓരോന്നാണ് അല്ലെ. പിന്നെന്താണ്, ഫാം ലാൻഡ് അല്ലെ, കൃഷിസ്ഥലങ്ങൾ അല്ലെ. കൃഷിസ്ഥലം ആരുണ്ടാക്കുന്നതാണ്, മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ് അല്ലെ. അപ്പോ 4ാമത്തെ അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് 2ഉം 4ഉം എന്താണ്, ശരിയാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. 1ഉം
1 2 2 3 1 3 2 4 അല്ലെ? അപ്പൊ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലെ? ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? ക്ലാസ് വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. വേഗത്തിൽ എന്ത് ചെയ്യുക? ഓടിപ്പോയിട്ട് EVS നിങ്ങൾക്ക് അറിയാത്തതോ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് വായിച്ച് പഠിക്കുക. പരീക്ഷയുടെ മുമ്പ് നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് ഇരിക്കുക. ഇംഗ്ലീഷ് ആണെന്ന് കരുതി ആരും പേടിക്കേണ്ടയില്ല. അല്ല, ഇംഗ്ലീഷ് മീഡിയം ആണെന്ന് കരുതി പലർക്കും പേടിയൊക്കെ ഉണ്ട്. അത്രയും പേടിയൊന്നും വേണ്ട. എല്ലാവർക്കും എന്ത് ചെയ്യും? വിജയിക്കാൻ കഴിയും. എല്ലാവർക്കും നല്ലൊരു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നമ്മളെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.